Question number 51. Example 2. Three equal masses of 2 kg each are placed at the vertices of an equilateral triangle and a mass of 4 kg is placed at the centroid of the triangle which is at a distance of root 2 meter from each of the vertices of a triangle. The force in Newton acting on the mass of 4 kg is. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുള്ള 3 ഈക്വൽ മാസസ് ഉണ്ട്. എത്ര വീതമുള്ള 2 kg വീതമുള്ള 3 ഈക്വൽ മാസസ് ഉണ്ട്. ഓക്കെ അല്ലേ? അത് എവിടെ വെച്ചിരിക്കുക? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ വെർട്ടിസസിൽ വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ ഒരു 2 kg വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു 2 kg വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു 2 kg വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് എ മാസ് ഓഫ് 4 kg ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ. അതായത് ഇതിന്റെ മീഡിയൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്, അതല്ലേ സെൻട്രോയിഡ്. ആ സെൻട്രോയിഡിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു 4 kg മാസും വെച്ചിട്ടുണ്ട്. സെൻട്രോയിഡിൽ എത്ര കിലോഗ്രാം ഉള്ള മാസ് വെച്ചിട്ടുണ്ട്? 4 kg. അതായത് ഈ പോയിന്റിൽ 4 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റും വെച്ചിട്ടുണ്ട്. The force acting on the mass of 4 kg is. അതായത് ഈ 4 kg ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇവര് തമ്മിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് √2 ആണ്, ഈ ഡിസ്റ്റൻസ് √2 ആണ്, ഈ ഡിസ്റ്റൻസ് √2 ആണെന്ന് തന്നിട്ടുണ്ട്. സെൻട്രോയിഡും ആ വെർട്ടിസസും തമ്മിൽ ഡിസ്റ്റൻസ് √2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കടാ? നമുക്കറിയാം ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. മുകളിലോട്ട് ആക്ട് ചെയ്യത്തില്ലേ? ആക്ട് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുണ്ടാവും? ഈ 2 മാസം എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 2 മാസം എന്താണ്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ആ ഫോഴ്സ് 3 എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം 2 മാസം സെയിം, അവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? സെയിം ആണ്. അപ്പൊ ഇങ്ങോട്ടൊരു എന്തുണ്ടാവും? എഫ് ഉണ്ടാവും, ഇങ്ങോട്ടൊരു എഫ് ഉണ്ടാവും, പിന്നെ എങ്ങോട്ട് കാണും? ഇങ്ങോട്ടും ഒരു എഫ് കാണും അല്ലേ? ഇനി ഇവർ 3 പേരും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. സെൻട്രോയിഡിൽ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇത് 120 ആയിരിക്കും, ഇത് 120 ഡിഗ്രി ആയിരിക്കും, ഇതും 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? അത് നമുക്കറിയാം. ഇനി പറഞ്ഞേ, ഈ 2 ഫോഴ്സസ് 120 ഡിഗ്രിയിലാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 ഡിഗ്രിയാണ് 2 വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ എങ്കിൽ നെറ്റ് വെക്ടർ അല്ലെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എഫ് തന്നെ ആയിരിക്കും. എഫ് നെറ്റ് എന്തായിരിക്കും? എഫ് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടാവും ഫോഴ്സ്? അപ്പം മുകളിലോട്ട് എഫ് ഉണ്ട്, ഇവര് തമ്മിലുള്ള റിസൾട്ടന്റ് എങ്ങോട്ടുണ്ട്? താഴോട്ട്. അത് എത്ര തന്നെ? എഫ് തന്നെ ആയിരിക്കും. അങ്ങനെ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് തമ്മിൽ ആക്ട് ചെയ്താൽ അത് എന്തായി പോടാ? നെറ്റ് ഫോഴ്സ് ഇവിടെ എന്താവും? എഫ് മൈനസ് എഫ് എന്ത് വരുവാടാ? 0 എന്ന് വരും. എഫ് മൈനസ് എഫ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് വരും? 0 എന്ന് വരും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 52. Two identical particles, each of mass m, go round a circle of radius a under the acceleration of their mutual gravitational attraction. The angular speed of each particle will be. ഈ 2 പാർട്ടിക്കിളും തമ്മിലുള്ള ഈച്ച് പാർട്ടിക്കിളും തമ്മിലുള്ള എന്താ കണ്ടുപിടിക്കേണ്ട? ആംഗുലർ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് പറഞ്ഞിട്ടുള്ള 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾ ഒരു സർക്കുലർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു സർക്കിൾ എങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇങ്ങനെ 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യുക? സർക്കുലർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? എ എന്ന് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? എ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എ ആണ്, ഈ ഡിസ്റ്റൻസ് എത്രയാടാ? എ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ. ഇതിൽ ഓരോ പാർട്ടിക്കിളിന്റെ ആംഗുലർ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവർ തമ്മിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആവണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആണ്. അവിടെ ഉണ്ടാവുന്ന 2 ഫോഴ്സ് എന്താണ്? ആ 2 പാർട്ടിക്കിൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? അത് അവരങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കണമെങ്കിൽ അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം അല്ലേ? അതെ. ഇനി ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തുവാ? mv²/r ആണ് അല്ലേ? അപ്പൊ എന്തുവരും? mv²/r ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആംഗുലർ സ്പീഡാ വേണ്ടത്. ആംഗുലർ സ്പീഡ് വേണമെങ്കിൽ mv²/r ഒമേഗയുടെ ടൈംസിലാക്കണം അല്ലെ? v എന്ന് പറയുന്നത് എന്തുവാടാ? നമുക്കറിയാം ലീനിയർ വെലോസിറ്റി v എന്ന് പറഞ്ഞാൽ r ഒമേഗയാണ്. അപ്പൊ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ mr² ω² ഡിവൈഡഡ് ബൈ r എന്ന് വരും. ഇവിടുത്തെ ഒരു ആറും വെട്ടിപ്പോയത് എന്ത് വരും? mω²r എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? mω²r ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തുവാ? gm1m2/r². അപ്പൊ ഇവിടെ എന്ത് വരും? ജി, ഇത് 2 പാർട്ടിക്കിളിന്റെ മാസ് എത്രയാ? എം ആണ് തന്നിട്ടുണ്ട്. ഇതും എം ആണ്, ഇതും എം ആണ്. അപ്പൊ ജി എം ഇൻറ്റു എം ഇൻറ്റു ഡിവൈഡഡ് ബൈ, ഇനി അവര് തമ്മിൽ ഡിസ്റ്റൻസ് ആണ് ആർ. ഇവര് തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് അത് a + a 2a അല്ലേ? അപ്പൊ 2aയുടെ എന്തെന്ന് വരുവാടാ? സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ എത്ര വരും? mω², ഇവിടെ ആറിന് പകരം a ഇട്ട് കൊടുക്കാം. a = gm² ഡിവൈഡഡ് ബൈ എന്ത് വരും? 4a² എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ.
ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട? ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടുത്തെ ഒരു എമ്മും ഈ ഒരു എമ്മും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടുവിടാ? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ എ ഇപ്പുറത്ത് വന്നാൽ ജി എം ഡിവൈഡഡ് ബൈ 4a³ എന്ന് വരും. ഇവിടെ നിന്ന് ഒമേഗ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ 4a³ എന്ന് വരും. റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ 4a³. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 53. Two bodies of masses 4 kg and 9 kg are separated by distance of 60 cm. അത് രണ്ട് ബോഡീസ് ഉണ്ട്. അവരുടെ മാസ് തന്നിട്ടുണ്ട്. ഒന്നിൻ്റെത് 4 kg ആണ്, മറ്റേത് എത്രയാണ്? 6 kg ആണ്. 6 അല്ല 9 kg ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 60 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. A 1 kg mass is placed in between these two masses. ഈ രണ്ട് മാസസിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് കൊണ്ടുവയ്ക്കുക? ഒരു 1 kg മാസിനെ കൊണ്ടുവയ്ക്കുക. ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. 1 kg മാസിനെ ഞാൻ കൊണ്ടുവയ്ക്കുകയാണ് ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക്. ഇനി എന്താ പറഞ്ഞുള്ളത്? ഈ the net force on 1 kg is 0. അതായത് നെറ്റ് ഫോഴ്സ് 1 kg നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then its distance from 4 kg mass is. ഈ 1 കിലോഗ്രാമിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ 4 കിലോഗ്രാമിൽ നിന്ന് എത്ര ദൂരെയാണ് 1 കിലോഗ്രാം ഇരിക്കുന്നതെന്നാണ്. 4 കിലോഗ്രാമും 1 കിലോഗ്രാമും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര വരും? 60 - x എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 കിലോഗ്രാമിലുള്ള നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഉള്ള നെറ്റ് ഫോഴ്സ് 0 ആണ്. നമുക്ക് പേര് കൊടുത്താൽ എങ്ങനെ കൊടുക്കാം പേര്? ഇത് പി, ഇത് ക്യൂ, ഇത് ആർ. ക്യൂവിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാടാ? ഇവിടെ ഈ ക്യൂവിൽ പിയിൽ ഉണ്ടാവുന്ന ഫോഴ്സും ഈ ആറ് കൊണ്ട് ക്യൂവിൽ ഉണ്ടാകുന്ന ഫോഴ്സും എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇവർ തമ്മിൽ ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നാലല്ലേ ഇവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് ഇവിടുത്തെ ഫോഴ്സ് എന്താവുള്ളൂ? 0 വരുള്ളൂ. അപ്പൊ അവര് തമ്മിലുള്ള ഫോഴ്സ് എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് അവരെ എങ്ങനെ എഴുതാം? FQP ഈസ് ഈക്വൽ ടു, അതായത് ഇങ്ങോട്ടുള്ള ഫോഴ്സ് എന്തിന് ഈക്വൽ ആവണം? FQRന് ഈക്വൽ ആവണം. ഓക്കെ അല്ലേ? എങ്കിലേ എന്താവുള്ളൂ? അവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. നമുക്കതറിയാം. ഇനി FQP എങ്ങനെ എഴുതാം? G ഇൻറ്റു അവർ തമ്മിലുള്ള മാസ് എത്രയാ? 4 × 1 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? x² ഈസ് ഈക്വൽ ടു FQR എങ്ങനെ എഴുതാം? G ഇൻറ്റു 9 × 1 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 60 - x². ഇവിടുന്ന് ഈ ജിയും എന്ത് ചെയ്യടാ? വെട്ടിക്കളയാം. അപ്പൊ 4/x² ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 9 ഡിവൈഡഡ് ബൈ 60 - x² എന്ന് കിട്ടും. രണ്ടിടത്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് വരും? ഇവിടെ 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 2. 2/x ഈക്വൽ ടു 9ന്റെ ആകുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 60 - x എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടുന്ന് എങ്ങനെ എഴുതാം? 2 × 16 - x ഈസ് ഈക്വൽ ടു 3x എന്ന് വരും. ഇവിടുന്ന് 120 - 2x ഈസ് ഈക്വൽ ടു 3x എന്ന് വരും. 120 ഈക്വൽ ടു എത്ര വരും ഇവിടെ? 5x എന്ന് വരും. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു എത്രയെന്ന് വരും? 120 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 120 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്രയാ? അറൗണ്ട് 24 സെന്റിമീറ്റർ എന്ന് കിട്ടും. 24 സെന്റിമീറ്റർ. സോ നമ്മുടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 24 സെന്റിമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 54. Two particles of equal mass go round a circle of radius r under the action of their mutual gravitational attraction. The speed of each particle is. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള? ഓരോ പാർട്ടിക്കിളിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ വരച്ച അതേ ക്വസ്റ്റ്യൻ പോലെ റൗണ്ട് സർക്കിളിൽ എന്ത് ചെയ്യുക? രണ്ട് പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഒരു റൗണ്ട് സർക്കിളിൽ രണ്ട് പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അണ്ടർ ദി ആക്ഷൻ ഓഫ് ദിയർ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് കാണണ്ടേ? സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ. ഓരോ പാർട്ടിക്കിളിന്റെ സ്പീഡാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആവണം അല്ലെ? ഇവരുടെ ഒരാളുടെ റേഡിയസ് r ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാവും? ഇവിടെ 2r എന്നാവും. അപ്പൊ നമുക്ക് ഇവിടുന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് എഴുതിയാൽ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? mv²/r. ഇവിടെ v തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട, അതുകൊണ്ട് ഒമേഗയിലാക്കണ്ട. mv²/r ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? g ഇൻറ്റു രണ്ട് പാർട്ടിക്കിളിന്റെ മാസ് എത്രയാന്ന് എടുക്കാം? നമുക്ക് m ആയിട്ട് എടുക്കാം. m × m ഡിവൈഡഡ് ബൈ എന്താണ്? അവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2r² എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് എത്ര വരും? mv²/r ഈസ് ഈക്വൽ ടു
gm സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും 4r സ്ക്വയർ എന്ന് വരും. ഇവിടുന്ന് ഒരു ആറും ഇവിടുത്തെ ഒരു ആറും എന്ത് ചെയ്യും വെട്ടിക്കളയാം, ഒരു എമ്മും വെട്ടിക്കളയാം. അപ്പൊ വി സ്ക്വയർ ഈസ് ഇക്വൽ ടു എന്ത് വരും gm ഡിവൈഡഡ് ബൈ 4r എന്ന് വരും അല്ലേ. ഇവിടുന്ന് v ഈസ് ഇക്വൽ ടു എന്ത് വരും റൂട്ട് ഓഫ് gm ഡിവൈഡഡ് ബൈ 4r എന്ന് വരും. ഈ 4നെ ഇനി പുറത്തെടുത്ത എന്ത് വരും 1/4നെ പുറത്തെടുത്താൽ 1/2 വരും. അപ്പൊ 1/2 റൂട്ട് ഓഫ് gm ഡിവൈഡഡ് ബൈ r. ഇവിടെ അപ്പൊ നമുക്ക് ഈ കുഞ്ഞാറിന് പകരം ക്യാപിറ്റൽ ആർ ഇട്ടൂടെ ഇനി, കാരണം എന്താ നമ്മുടെ ഓപ്ഷനിലെല്ലാം ക്യാപിറ്റൽ ആർ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതാം 1/2 ഇൻറ്റു റൂട്ട് ഓഫ് gm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 55. 3 uniform spheres, each having mass m and radius r, are kept in such a way that each touches the other two. The magnitude of the gravitational force on any sphere due to the other two is. അത് മറ്റുള്ള രണ്ടെണ്ണം കൊണ്ട് ഒരെണ്ണത്തിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറ്റുള്ളത്. എന്തോടെ പറഞ്ഞിട്ടുള്ളത് 3 യൂണിഫോം സ്പിയേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാ 3 യൂണിഫോം സ്പിയേഴ്സ് ഉണ്ട്. ഇതൊരു സ്പിയർ ഉണ്ട്, ഇവിടെ വേറൊരു സ്പിയർ ഉണ്ട്, ഇവിടെ വേറൊരു സ്പിയർ ഉണ്ട്. ഓക്കെ അല്ലേ. 3 സ്പിയേഴ്സ് ഉണ്ട്. ഇനി ആ 3 സ്പിയേഴ്സിന്റെ റേഡിയസ് ആറാണെന്നൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എനി ഓഫ് ദി സ്പിയേഴ്സ് ഡ്യൂ ടു ദ അതർ ടു ഈസ്. അപ്പൊ ഇവിടെ എല്ലാം മാസ് ഇരിക്കുന്ന എവിടെ ആയിരിക്കും, ഇവിടെ സെന്റർ ഓഫ് മാസിലായിരിക്കത്തില്ലേ, ഇവിടെ സെന്റർ ഓഫ് മാസിലായിരിക്കും. അപ്പൊ നമുക്ക് അത് കണക്ട് ചെയ്ത് ഒരു ഡയഗ്രാം വരച്ചൂടെ. അവർ കണക്ട് ചെയ്ത് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായത്, ഓരോന്നിന്റെ റേഡിയസ് ആറാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര, ഇവര് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2r ആയിരിക്കും അല്ലെ. ഇവര് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും 2r ആയിരിക്കും. ഇവര് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഇവിടെ 2r ആയിരിക്കും. ഇതുവരെ നമുക്ക് ഓക്കെ. ഇത് നമുക്ക് പേര് കൊടുത്താൽ ഇതിനെ നമുക്ക് a എന്നും ഇതിനെ b എന്നും ഇതിനെ c എന്നും വിളിക്കാം. അപ്പൊ ഇത് എന്താണ് mc, ഇത് മാസ് ഓഫ് a, ഇത് മാസ് ഓഫ് b. ഓക്കെ അല്ലേ. ഇനി മാസ് എന്താണ് സെയിം ആണ്, അതായത് ഇതിന്റെ മാസ് m ആണ്, ഇതിന്റെ മാസ് m ആണ്, ഇതിന്റെ മാസ് m ആണ്. അതുവരെ ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. നമുക്ക് ഈ എയിൽ എന്താ ബി സി ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിൽ മറ്റത് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് അല്ലേ ക്വസ്റ്റ്യൻ. അപ്പം ഈ എയിൽ എ എന്ന് പറയുന്ന ബോഡിക്ക് സിയും ബിയും കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ എ എന്ന് പറയുന്ന ബോഡിയെ ബി എന്ന് പറയുന്ന ബോഡി ഒരു ഫോഴ്സ് കൊടുക്കില്ല, അത് ഇങ്ങോട്ട് കൊടുക്കും. സി എന്ത് കൊടുക്കും, ഒരു ഫോഴ്സ് കൊടുക്കും, അത് ഇങ്ങോട്ടും കൊടുക്കും. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പൊ ഇവിടുന്ന് എഫ് എ സി എന്ന് പറയുന്നത് എത്ര കിട്ടും, ജി അവർ തമ്മിലുള്ള മാസ് അത് എത്രയാ എമ്മും എമ്മും ഡിവൈഡഡ് ബൈ അവർ തമ്മിൽ ഡിസ്റ്റൻസ് എത്ര, അതിനാണ് നമ്മൾ എന്ത് സ്പിയേഴ്സ് തമ്മിൽ ടച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആറും 2r. അപ്പൊ 2r ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ ഇത് എത്ര കിട്ടും ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ എന്ന് വരും. അതുപോലെ ഇനി എഫ് എ ബി എടുത്ത എത്ര വരും, അതും ജി എം എം ഡിവൈഡഡ് ബൈ എന്താണ് അവർ തമ്മിൽ ഡിസ്റ്റൻസ് 2r ദ ഹോൾ സ്ക്വയർ വരും. അത് ചെയ്യുമ്പോൾ എത്ര വരും ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി പറഞ്ഞിടാ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, ഇവർ 3 പേര് എന്താ സൈഡ്സ് 3 സെയിം ആണെങ്കിൽ ഇതെന്താണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും. രണ്ട് ഫോഴ്സസ് എന്താണ് 60 ഡിഗ്രിയിൽ സെപ്പറേറ്റ് ചെയ്ത രണ്ട് വെക്ടർ അല്ലെങ്കിൽ രണ്ട് ഫോഴ്സസ് 60 ഡിഗ്രിയിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരുടെ നെറ്റ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇടാ എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, എഫ് നെറ്റ് എന്ന് പറയുന്നത് √3f ആയിരിക്കും. അപ്പൊ ഇവിടെ നെറ്റ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്രയാ, നെറ്റ് ഫോഴ്സ് ഈസ് ഇക്വൽ ടു √3 ഇൻറ്റു എഫിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. എത്രയാ ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ എന്ന് വരും. അപ്പൊ ആൻസർ ചെയ്ത് വരും √3 GM സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 56. 4 particles of masses m, 2m, 3m and 4m are kept in the sequence of the corners of a square of side A. ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ സൈഡിൽ ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ സൈഡ് എത്രയാണ് എ ആണെന്ന് തന്നിട്ടുണ്ട്. എ ആണ് അതിന്റെ സൈഡ്. ആ സ്ക്വയറിന്റെ കോർണേഴ്സിലായിട്ട് എന്താ 4 പാർട്ടിക്കിൾസ് വെച്ചിട്ടുണ്ട്. ഇവിടെ എം ഉണ്ട്, ഇവിടെ എത്രയാ 2m ഉണ്ട്, ഇവിടെ 3m ഉണ്ട്, ഇവിടെ 4m ഉണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ. The magnitude of the gravitational force acting on a particle of mass m placed at the center of the square will be. ഇനി ഒരു എം മാസമുള്ള പാർട്ടിക്കിളിനെ എടുത്ത് ഞാൻ എന്ത് ചെയ്യിക്കുക, ഈ സെന്ററിൽ കൊണ്ടുവയ്ക്കുക. ഈ സെന്ററിൽ ഇങ്ങനെ ഒരു എം മാസമുള്ള പാർട്ടിക്കിൾ കൊണ്ടുവച്ചാൽ ആ പാർട്ടിക്കിളിൽ ഉണ്ടാവുന്ന എന്താണ് നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. ഓക്കെ. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഈ മാസത്തിന് എന്ത് ചെയ്യും, ഒരു അട്രാക്ഷൻ നടക്കില്ല, ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, അത് അട്രാക്ട് ചെയ്യും.
ഇവർ തമ്മിൽ എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, അത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, അത് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, അതും ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിനി പേര് കൊടുത്താം. നമുക്ക് എ, ബി, സി, ഡി, ഇത് ഒ എന്നും കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് എഫ് എന്ത് വരും? എഫ് ഒ എ എത്ര കിട്ടുവാടാ? എഫ് ഒ എന്ന് പറയുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ജി എം സ്ക്വയർ, എം ഇൻറ്റു എം ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് എടുക്കാം നമുക്ക്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെന്ന് എടുക്കാം. ഓക്കെ അല്ലേ? എത്രയാണെന്ന് എടുക്കാം? ഡി ആണെന്ന് എടുക്കാം. അങ്ങനെ പിന്നെ നമുക്ക് ഡി കെ എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഡി ആണെന്ന് എടുക്കാം. അപ്പൊ എന്ത് വരും? ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ എഫ് ഒ ബി എത്ര വരുവാടാ? ജി എം ഇൻറ്റു ടു എം വരത്തില്ലേ? എം ഇൻറ്റു ടു എം ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആയിരിക്കും. ഇവർ നാല് പേര് നമ്മൾ ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡി ആയിരിക്കും, ഡയഗണലിന്റെ പാതി ആയിരിക്കും. അത് ഡി ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ഡി സ്ക്വയർ വരും. ഇത് എത്ര വരും? 2gm സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എഫ് ആയിട്ട് എടുത്താൽ ഇതിനെ നമുക്ക് 2f എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി എഫ് ഒ സി ഈസിക്കൽ ടു gm ഇൻറ്റു 3m ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ഈസിക്കൽ ടു 3gm സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് വരും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3f എന്ന് എഴുതാം. അതുപോലെ ഇനി ഏതാ ഉള്ളത്? എഫ് ഒ ഡി ഈസിക്കൽ ടു gm ഇൻറ്റു 4m ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 4gm സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് വരും. അതിനെ എങ്ങനെ എഴുതാം? 4f എന്ന് എഴുതാം. അപ്പൊ 3f ആയി, 2f ആയി, f ആയി, എന്തായി? 4f ആയി. അങ്ങ് ഓരോ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എത്രയാന്ന് എഴുതി. അപ്പൊ ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുത്താൽ എങ്ങനെ എഴുതാം? ഇങ്ങോട്ട് എന്തുണ്ടടാ? എഫ് ഉണ്ട്. ഇങ്ങോട്ട് എന്തുണ്ട്? 2f ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് 3f ഉണ്ട്. ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു 4f ഉണ്ട്. അപ്പൊ ഇതിന്റെ നെറ്റ് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഈ 4f ഓപ്പോസിറ്റിലുള്ള 2f ഉടെ ക്യാൻസൽ ചെയ്തിട്ട് നെറ്റ് എത്ര വരും? 2f ഇങ്ങോട്ട് വരും അല്ലേ? ഇങ്ങോട്ടൊരു 2f വരും. ഇവിടെ ഒരു f ഉണ്ട്, ഇങ്ങോട്ടൊരു 3f ഉണ്ട്. അത് ക്യാൻസൽ ചെയ്തിട്ട് നെറ്റ് റിസൾട്ടന്റ് 2f ഇങ്ങോട്ടും വരും. ഓക്കെ അല്ലേ? ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ഒരു സ്ക്വയറിന്റെ ഡയഗണൽസ് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 4 ഡയഗണൽസ് കട്ട് ചെയ്ത് അവർ തമ്മിലുള്ള ഓരോ ആംഗിളും 90 ഡിഗ്രി വെച്ചായിരിക്കും. ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും. അപ്പൊ ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? അങ്ങനെ 90 ഡിഗ്രിയിൽ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ നെറ്റ് റിസൾട്ടന്റ് എത്രയായിരിക്കും? ഇവിടെ √2f ആയിരിക്കും അല്ലേ? അതായത് എഫ് ആണ് ഫോഴ്സ്, എഫ് ഫോഴ്സ് ഉള്ള രണ്ട് പേരാണ് എന്ത് ചെയ്യുന്നത്? 90 ഡിഗ്രിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ അവരുടെ റിസൾട്ടന്റ് √2f ആയിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ നെറ്റ് റിസൾട്ടന്റ് എഫ് നെറ്റ് ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? √2 ഇൻറ്റു എഫ്. എഫ് ഇവിടെ എന്തോ 2f അല്ലേ? 2f അല്ലേ രണ്ട് വെക്ടർ. അപ്പൊ ഇവിടുത്തെ എഫ് 2f ആണ്. എഫ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് √2f വരുന്നത്. അപ്പൊ √2 ഇൻറ്റു ഇവിടുത്തെ എഫ് എത്രയാ? 2f ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 2√2f എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2√2 ഇൻറ്റു എഫ് എന്തുവാടാ? എഫ് എന്ന് പറയുന്നത് gm സ്ക്വയർ ബൈ ഡി സ്ക്വയർ ആണ്. gm സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 2√2 gm സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്നായി. ഇനി നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ എല്ലാം ഡിയും എന്തിന്റെ ടേംസിലാണ്? എയുടെ ടേംസിലാണ് കിടക്കുന്നത്. ഡിയുടെ ടേംസിലാണോ ആൻസർ? അല്ല, എയുടെ ടേംസിലാണ് ആൻസർ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇനി ഡി എത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഡി എത്രയാന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡി പ്ലസ് ഡി ആ. അപ്പൊ 2d ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും, പൈതഗോറസ് തിയറം വെച്ച്. ഇവിടുന്ന് 4d സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് കിട്ടും. 4ഉം 2ഉം വെട്ടിക്കഴിഞ്ഞാൽ 2d സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഡി സ്ക്വയർ ഈക്വൽ ടു എത്ര വരും? എ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇനി അത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ പോരെ? അപ്പൊ എത്ര കിട്ടും? 2√2 gm സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയറിന് വരെ എന്തിട്ട് കൊടുക്കാം? എ സ്ക്വയർ ബൈ 2 എന്ന് ഇട്ട് കൊടുക്കാം. ഈ 2ഉം കൂടെ മുകളിൽ ചെന്നാൽ എന്ത് വരും? 2 × 2 4 വരും. 4√2 gm സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇവിടെ എ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? എങ്ങനെ നമ്മൾ ഇത് ചെയ്തേ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 4 പാർട്ടിക്കിൾസിനെ ഒരു സ്ക്വയറിന്റെ കോർണറിൽ വെച്ചു. എന്നിട്ട് സെൻട്രലിൽ എം മാസമുള്ള ഒരു പാർട്ടിക്കിൾ കൊണ്ടുവച്ചു. എന്നിട്ട് എന്താണ്? അവിടെ ഉള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ മാസ് ഇതിനെ അട്രാക്ട് ചെയ്യും. ആ ഫോഴ്സ് ആണ് ഇങ്ങോട്ട്. അതുപോലെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. അത് നമ്മൾ ഓരോ ഫോഴ്സും കണ്ടുപിടിച്ചു. എന്നിട്ട് ആദ്യമായിട്ടുള്ള gm സ്ക്വയർ ബൈ, എന്നിട്ട് ഇവർ നമ്മൾ ഡിസ്റ്റൻസ് എത്രയായിട്ട് കൊടുത്തു? ഡി എന്നൊരു ലെറ്റർ കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് gm സ്ക്വയർ ബൈ ഡി സ്ക്വയർ കിട്ടി. അത് എഫ് എന്ന് കൊടുത്താൽ മറ്റേതെല്ലാം 2f 3f 4f എന്ന് കിട്ടി. അത് നമ്മൾ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ഒരു നെറ്റ് 2f ഇങ്ങോട്ടുണ്ടാവും. ഇവർ തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് ഒരു നെറ്റ് 2f ഇങ്ങോട്ടും ഉണ്ടാവും.
നമുക്കറിയാം ഒരു സ്ക്വയറിൽ ഡയഗണൽസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഒരു രണ്ട് ഫോഴ്സ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എഫ് ആയിട്ടുള്ള ഫോഴ്സ് എന്താ സെപ്പറേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ആണെങ്കിൽ അവരുടെ നെറ്റ് റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ √2f ആണ്. അപ്പൊ ഇവിടെ √2 ഇവിടെ എഫിന് വരെ എന്തോ ഉള്ളത് 2f അല്ലേ ഓരോ വെക്ടറും. അപ്പൊ √2 × 2f എന്ന് വരും. അതിനെ 2√2f എന്ന് എഴുതും. ആ എഫിന് നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2√2 gm²/d² എന്ന് വരും. ഇനി d² എന്തിന്റെ ടേംസിലാക്കണം? എയുടെ ടേംസിലാക്കണം. കാരണം ഓപ്ഷനിലെല്ലാം എന്താണ്? എയുടെ ടേംസിലാണ്. അതിന് നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ഈ ഒരു ACB ഏത് ട്രയാങ്കിൾ ആടാ? ACB എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അവിടുന്ന് ഈ ഡിസ്റ്റൻസ് d+d the whole square is equal to a² + a² എന്ന് എഴുതി. അവിടെ നമുക്ക് d² is equal to എന്തെന്ന് കിട്ടി? a²/2 എന്ന് കിട്ടി. അതുകൊണ്ടൊന്ന് ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടിയടാ? 4√2 gm² / a² എന്ന് വന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഇത് ഡെൻസിറ്റി ഓഫ് എ ന്യൂലി ഡിസ്കവേർഡ് പ്ലാനറ്റ് ഈസ് ടോയ്സ് ദാറ്റ് ഓഫ് ദി എർത്ത്. അതായത് ഒരു ന്യൂലി ഡിസ്കവർ ചെയ്ത പ്ലാനറ്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? എർത്തിന്റെ ടോയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സർഫസ് ഓഫ് ദി പ്ലാനറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി സർഫസ് ഓഫ് ദി എർത്ത്. അതായത് എർത്തിന്റെ സർഫസിലുള്ളതും പ്ലാനറ്റിന്റെ സർഫസിലുള്ളതും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ GP ഈസ് ഈക്വൽ ടു എന്താണ്? GE എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് പ്ലാനറ്റും എർത്തും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്തോ ഡെൻസിറ്റി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ടോയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡെൻസിറ്റി ഓഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ടോയ്സ് ദ ഡെൻസിറ്റി ഓഫ് എർത്ത് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. DP ഈസ് ഈക്വൽ ടു 2DE എന്നും പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദി റേഡിയസ് ഓഫ് എർത്ത് ഈസ് R, എർത്തിന്റെ റേഡിയസ് എത്രയാണ്? 6 ആണെങ്കിൽ റേഡിയസ് ഓഫ് പ്ലാനറ്റ് എത്രയാന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഡെൻസിറ്റിയും റേഡിയസും ഒക്കെ തന്നിട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? അവർ തമ്മിലുള്ള ഇക്വേഷൻ ഉപയോഗിക്കും. എന്തുവാണ് അവർ തമ്മിൽ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസ് ഈക്വൽ ടു 4/3 pi g ρr. ഇതാണ് എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും റേഡിയസും തമ്മിലുള്ള റിലേഷൻ. G ഈസ് ഈക്വൽ ടു 4/3 pi g ρr. ഇവിടുന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? ρ × r എന്ന് വരും. ബാക്കി എല്ലാം കോൺസ്റ്റന്റാ. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് ക്വസ്റ്റ്യൻസ് എപ്പോഴും കമ്പയർ ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് ഞാൻ G ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ρr എന്നുള്ള ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? പ്ലാനറ്റിന്റെ കേസിലുള്ളത് എന്താ? ഡെൻസിറ്റി മറ്റേതിന്റെ 2 ടൈംസ് ആണ് തന്നിട്ടുണ്ട്. രണ്ടുപേരുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. റേഡിയസ് ഓഫ് പ്ലാനറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എർത്തിന്റെ കേസിലാകുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? G പ്രൊപ്പോർഷണൽ ടു ρ × r എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് എർത്തിന്റെ കേസിലാണ്. GE ആണ്. GP വരുമ്പോ എങ്ങനെ എഴുതാം? ഇതിനേക്കാളും, അതായത് എർത്തിന്റെ റോയേക്കാളും മറ്റേത് എത്രയാ? 2 ടൈംസ് ആണ്. അപ്പൊ 2ρ × r എന്തിട്ട് കൊടുക്കാം? RP എന്നിട്ട് കൊടുക്കാം. RP ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവർ തമ്മിലുള്ള റേഷ്യോ എടുത്തു നോക്കാം. 1ഉം 2ഉം തമ്മിലുള്ള റേഷ്യോ എടുത്തു നോക്കാം. 1/2 എടുത്തു നോക്കാം. അപ്പൊ GE / GP ഈസ് ഈക്വൽ ടു എന്ത് വരും? ρr / 2ρ × RP എന്ന് വരും. ഈ റോയും ക്യാൻസൽ ആവും. GE/GP രണ്ട് സെയിം ആണ്. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? 1 എന്ന് വരും. അപ്പൊ 1 ഈസ് ഈക്വൽ ടു R / 2RP എന്ന് വരും. ദാറ്റ് ഈസ് 2RP ഈസ് ഈക്വൽ ടു എന്ത് വരും? 6 എന്ന് വരും. ഇവിടുന്ന് RP റേഡിയസ് ഓഫ് പ്ലാനറ്റ് RP ഈസ് ഈക്വൽ ടു എന്ത് വരും? R/2 എന്ന് വരും. അതായത് എർത്തിന്റെ റേഡിയസിനേക്കാളും എന്താണ്? ഹാഫ് ആണ്. R/2 എന്ന് വരും. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 4 is the right answer. Next question. Question number 58. Acceleration due to gravity on moon is 1/6 of the acceleration due to gravity on earth. If the ratio of density of earth ρe and moon ρm, that is ρe/ρm is equal to 5/3, then radius of moon rm in terms of re will be. അപ്പൊ ഇവിടെ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റോയും ആറും തമ്മിലുള്ള റിലേഷനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? G ഈസ് പ്രൊപ്പോർഷണൽ ടു ρr എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കും. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് മൂൺ എന്ന് പറയുന്നത് GM ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ എന്ന് പറഞ്ഞാൽ GM ഈസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 1/6 ഓഫ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. അതായത് 1/6 GE ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് GM ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? GE/6 ആണെന്ന് എഴുതാം. അത് ക്ലിയർ അല്ലേ? ഇനി എന്ത് തന്നിട്ടുണ്ട്? ρe/ρm എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 5/3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെഴുതാം? GE / GM ഈസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാടാ? GE / GM ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം. ഓക്കെ അല്ലേ?
അപ്പോൾ ഈ രണ്ട് റിലേഷൻ കിട്ടി. G/Gm = 6, ρe/ρm = 5/3. ഇനി നമുക്ക് റേഡിയസ് ഓഫ് ദി മൂണിനെ എന്താ എർത്തിന്റെ ടേംസിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് Gm പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? ρm Rm. അത് എന്താ മൂണിന്റെ കേസ്. എർത്തിന്റെ എടുക്കുകയാണെങ്കിൽ GE പ്രൊപ്പോർഷണൽ ടു ρe Re എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എന്തെടുക്കാം? 2/1 എടുത്ത് നോക്കാം. 2/1 എടുക്കുമ്പോൾ എന്ത് വരും? GE/GP, GP അല്ല GM = ρe Re ഡിവൈഡഡ് ബൈ ρm Rm എന്ന് വരും. ഓക്കെ അല്ലേ? G/Gmന്റെ വാല്യൂ എത്രയാ? 6 = ρe/ρmന്റെ വാല്യൂ എത്രയാ? 5/3 ഇൻറ്റു എന്തെന്ന് വരുവാടാ? Re ഡിവൈഡഡ് ബൈ Rm എന്ന് വരും. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? Re/Rm = എന്തെന്ന് വരും? 6 × 3 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ദാറ്റ് ഈസ് 6 × 3 എത്രയാ? 18. 18/5 എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട? Rm കണ്ടുപിടിക്കേണ്ട. അപ്പൊ Rm/Re എന്തുവാന്ന് എഴുതാം. Rm/Re = 5/18 എന്ന് വരും. Therefore Rm = എന്തെന്ന് വരുവാടാ? 5/18 ഇൻറ്റു Re ഇപ്പുറത്ത് വരും 5/18 ടൈംസ് റേഡിയസ് ഓഫ് എർത്ത് എന്ന് വരും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. റേഡിയസ് ഓഫ് മൂൺ എന്ന് പറയുന്നത് എത്രയാണ്? 5/18 ടൈംസ് ദ റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 59. Example 4. The mass of a planet is twice the mass of Earth and diameter of the planet is thrice the diameter of the Earth. Then the acceleration due to gravity on the planet's surface is. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുള്ള? മാസും ഡയമീറ്ററും. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മാസും റേഡിയസ് തന്നിട്ടുള്ള. മാസും റേഡിയസും തന്നിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ ചോദിക്കുക, അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? നമ്മളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G = Gm ഡിവൈഡഡ് ബൈ R² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ പ്ലാനറ്റിന്റെ കേസിലാണെങ്കിൽ പ്ലാനറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാസ് ഓഫ് പ്ലാനറ്റ് മാസ് ഓഫ് എർത്തിനേക്കാളും ടോയ്സ് ആണ്. ഇവിടെ എർത്തിന്റെ മാസ് m ആയിട്ട് എടുത്താൽ പ്ലാനറ്റിന്റെ മാസ് 2m ആണ്. ഡയമീറ്റർ ഓഫ് ദി പ്ലാനറ്റ് ഈസ് ത്രൈസ് ദ ഡയമീറ്റർ ഓഫ് ദി എർത്ത്. അതായത് അപ്പൊ റേഡിയസ് എന്താവും? ത്രൈസ് ആവും. എർത്തിന്റെ റേഡിയസ് 6 ആണെങ്കിൽ പ്ലാനറ്റിന്റെ റേഡിയസ് 3 ടൈംസ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ മാസും റേഡിയസും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? G = ഇക്വേഷൻ എന്താ? Gm ഡിവൈഡഡ് ബൈ R² ആണ്. അപ്പൊ പ്ലാനറ്റിന്റെ കേസിൽ എഴുതുവാണെങ്കിൽ Gp = എങ്ങനെ എഴുതാൻ പറ്റും? G × 2m ഡിവൈഡഡ് ബൈ 3r the whole square എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എർത്തിന്റെ കേസിലാണെങ്കിലോ Ge = Gm/R² എന്ന് എഴുതാം. ഈ എർത്തിൻ്റെത് Gm/R² എന്തായിട്ട് എടുക്കാം? G ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ അല്ലേ? G ആയിട്ട് എടുക്കാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? Gp = G × 2gm ഡിവൈഡഡ് ബൈ 3r² 9r² എന്ന് എഴുതാം. അപ്പൊ Gp = 2/9 ഇൻറ്റു എന്തെന്ന് എഴുതാൻ പറ്റും? Gm/R² എന്ന് എഴുതാൻ പറ്റും. ഈ Gm/R² അല്ലേ സ്മാൾ ലെറ്റർ G. അപ്പൊ ഇത് എത്ര കിട്ടും? 2/9g എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. 2/9g അല്ലെങ്കിൽ 2g/9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 16. Example 8. The radius of two planets A and B are in the ratio 2:3. Their densities are 3 rho and 5 rho respectively. The ratio of the acceleration due to gravity is. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? റേഷ്യോ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ വേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് Ra/Rb വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 2/3. ഡെൻസിറ്റിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ρa/ρb = 3 ρ/5 ρ = 3/5. അത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് Ga/Gb കണ്ടുപിടിക്കാം. Ga/Gb = G is proportional to എന്തെന്നാ പഠിച്ചേ? ρr. G is proportional to ρr. അപ്പൊ Ga/Gb = ρa/ρb ഇൻറ്റു എന്ത് വരും? Ra/Rb. ρa/ρb എത്രയാ? 3/5 ഇൻറ്റു Ra/Rb എത്രയാ? 2/3. ഇവിടുന്ന് ഈ 3 3 എന്താവും? ക്യാൻസൽ ആവും. ഇത് എത്ര കിട്ടും? 2/5 എന്ന് കിട്ടും, അല്ലെങ്കിൽ 2:5 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ മാസും റേഡിയസും കണക്ട് ചെയ്ത ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഏത് ഇക്വേഷൻ എടുക്കണം? G = Gm/R² എന്നുള്ള റിലേഷൻ എടുക്കണം. ഇനി മറ്റേ ഡെൻസിറ്റിയും റേഡിയസും കണക്ട് ചെയ്ത ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദിക്കുന്നത് G is proportional to എന്തെടുക്കണം? ρr എന്ന് എടുക്കണം.
ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണോടാ നോട്ട് ചെയ്ത് എന്താ ഷോർട്ട് നോട്ടിലൊക്കെ എഴുതി നോക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 61. The ratio of radii of Earth to another planet is 2/3 and the ratio of their mean densities is 4/5. If an astronaut can jump to a maximum height of 1.5 meter on the Earth with the same effort, the maximum height he can jump on the planet is. അപ്പോൾ ഇവിടെ ഹൈറ്റും കൂടെ പറയുന്നുണ്ട് അല്ലേ? നമുക്കറിയാം മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ മോഷനെ പ്ലെയിൻ പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ u²/2g ആണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. അവിടെ നമുക്ക് ഹൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം? ജി എന്ന് പറയാം അല്ലേ? സെയിം എഫർട്ടിൽ പോകാന്ന് പറഞ്ഞാൽ വെലോസിറ്റി സെയിം ആയിരിക്കും. അപ്പൊ ഹൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം? ജി എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ ഇവിടെ ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്തുവാ? ജി പ്രൊപ്പോർഷണൽ ടു റോ ആർ ആണ്. ജി പ്രൊപ്പോർഷണൽ ടു എന്താടാ? റോ ആർ ആണ്. അപ്പൊ ഇവിടുന്ന് ജി ഇ ബൈ ജി പി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റോ ഇ ആർ ഇ ഡിവൈഡഡ് ബൈ റോ പി ആർ പി എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ഇവിടെ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ടു അനദർ പ്ലാനറ്റ്, അതായത് ആർ ഇ ബൈ ആർ പി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡെൻസിറ്റീസിന്റെ റേഷ്യോ റോ ഇ ബൈ റോ പി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4/5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിവിടെ എങ്ങനെ എഴുതാടാ? റോ ഇ ബൈ റോ പിക്ക് വരെ 4/5 ഇട്ട് കൊടുക്കാം. അപ്പൊ 4/5 ഇൻറ്റു ആർ ഇ ബൈ ആർ പിക്ക് വരെ 2/3 ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് എത്ര കിട്ടും? 8/15 എന്ന് കിട്ടും അല്ലെ? ജി ബൈ ജി പി ഇസിക്കൽ ടു എത്രയെന്ന് കിട്ടും? 8/15 എന്ന് കിട്ടും. ഇനി എച്ച് ഈസ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ജി ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ എഴുതാം? എച്ച് ഇ ബൈ എച്ച് പി ഇസിക്കൽ ടു ജി പി ഡിവൈഡഡ് ബൈ ജി ഇ എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. നമുക്ക് എന്തോ കാണണ്ടേ? എച്ച് പി ആണ് കാണണ്ടേ. അപ്പൊ ഇതിന്റെ റിവേഴ്സ് എടുത്താൽ എച്ച് പി ബൈ എച്ച് ഇ ഇസിക്കൽ ടു ജി ഇ ഡിവൈഡഡ് ബൈ ജി പി എന്ന് കിട്ടും. ഇവിടുന്ന് എച്ച് പി ഇസിക്കൽ ടു എന്ന് കിട്ടും? ജി ഇ ഡിവൈഡഡ് ബൈ ജി പി ഇൻറ്റു എച്ച് ഇ എന്ന് കിട്ടും. ജി ബൈ ജി പിയുടെ വാല്യൂ എത്രയാന്ന് നോക്കുക? ജി ബൈ ജി പി 8/15 ആണ്. അപ്പൊ എനിക്ക് ഇവിടുന്ന് 8/15 ഇൻറ്റു എച്ച് ഇയുടെ വാല്യൂ എത്രയാ? എർത്തിൽ വെച്ചാണെങ്കിൽ എത്രയാ മാക്സിമം ഹൈറ്റ്? 1.5 മീറ്റർ ആണ്. ഇവിടെ എത്ര ഇടാം? 1.5 എന്ന് ഇടാം. ഓക്കെ അല്ലേ? എനിക്ക് 8/15 ഇൻറ്റു 1.5 എങ്ങനെ എഴുതാം? 15/10 എന്ന് എഴുതാം. ഇതും വെട്ടിപ്പോയാൽ എത്ര കിട്ടൂടാ? 8/10 എന്ന് വരും. 8/10 എന്ന് പറയുമ്പോൾ എത്രയാ? 0.8 മീറ്റർ. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 62. If the radius of the earth were to shrink by 1% its mass remaining the same, the acceleration due to gravity on the earth's surface would be. അപ്പൊ acceleration due to gravity എത്രയാവുന്ന ക്വസ്റ്റ്യൻ. ജി ഇസിക്കൽ ടു ഇക്വേഷൻ എന്തോ? ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. ഇവിടെ മാസിനൊന്നും എന്തില്ല, വ്യത്യാസം ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്തിട്ടുണ്ട്? റേഡിയസ് 1% ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 ഇസിക്കൽ ടു എങ്ങനെ എഴുതാടാ? 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ഇവിടെ നിന്ന് 2 ഇൻറ്റു റേഡിയസ് എത്ര പെർസെൻറ്റേജ് ഷ്രിങ്ക് ആയത്? 1% ആണ്. അപ്പൊ ഇത് എത്ര കിട്ടും? 2% എന്ന് കിട്ടും. 2% എന്ത് ചെയ്യൂടാ? ഇൻക്രീസ് ചെയ്യും. റേഡിയസ് താഴെയല്ലേ എടുക്കുന്നത്. അപ്പം 2% എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആൻസർ ഏത് വരും? ഇൻക്രീസ് ബൈ 2%. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 63. What is the depth at which the value of acceleration due to gravity becomes 1/n times the value that the surface of Earth? എർത്തിന്റെ സർഫസിനേക്കാളും 1/n ടൈംസ് ആകുമ്പോൾ ഉള്ള എന്ത് കണ്ടുപിടിക്കണം? ഡെപ്ത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1/n ടൈംസ് ആകുമ്പോൾ ഉള്ള ഡെപ്ത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ? ഡ്യൂ ടു ഡെപ്ത് എത്രയായി? ജി ബൈ എൻ ആയി. സർഫസിലെ ജി ആണെങ്കിൽ അത് ജി ബൈ എൻ ടൈംസ് ആയി. 1/n ഓഫ് ജി എന്ന് പറഞ്ഞാൽ ജി ബൈ എൻ ടൈംസ് ആയി. അത് എത്ര ഡെപ്തിൽ വരുമെന്നാ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താ? ജി ഡി ഈസിക്കൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇവിടെ ജി ഡിക്ക് വരെ എന്തിട്ട് കൊടുക്കാം? ജി ബൈ എൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ജി ബൈ എൻ ഈസിക്കൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഈ ജിയും ജിയും ക്യാൻസൽ ആയി. ഇവിടുന്ന് എന്ത് കിട്ടും? 1/n ഈസിക്കൽ ടു 1 മൈനസ് ഡി ബൈ ആർ. ഇവിടുന്ന് എന്ത് എഴുതാൻ പറ്റൂടാ? ഡി ബൈ ആർ ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? ഡി ബൈ ആർ ഈസിക്കൽ ടു 1 മൈനസ് 1/n എന്ന് എഴുതാം. ഇവിടുന്ന് ഡി ബൈ ആർ ഈസിക്കൽ ടു n മൈനസ് 1/n എന്ന് കിട്ടും. അല്ലെങ്കിൽ ഡി ഈസിക്കൽ ടു എത്രയെന്ന് കിട്ടൂടാ? ആർ ഇൻറ്റു n മൈനസ് 1/n. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ആർ ഇൻറ്റു n മൈനസ് 1/n. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 64. A body weighs 200 Newton on the surface of Earth. How much will it weigh halfway down to the center of Earth? അതായത് എർത്തിന്റെ എന്താണ് സെന്ററിലോട്ട് ആവുമ്പോൾ ഉള്ള വെയിറ്റ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിഷ്യലി ഉള്ള വെയിറ്റ് എന്തുവാ? എം ജി ഇസിക്കൽ ടു എത്രയും തന്നിട്ടുണ്ട്? 200 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്.
എപ്പോൾ ഉള്ള കണ്ടുപിടിക്കണ്ടേ? ഡെപ്തിലുള്ളത്. ഹാഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡെപ്തിലുള്ളത്. ഡി എത്രയാകുമ്പോഴാ? അതായത് വെയിറ്റ് എത്രയാകുമ്പോൾ ഉള്ള? സെന്റർ ഓഫ് എർത്തിന്റെ ഹാഫ് ആകുമ്പോൾ ഉള്ളത്. അതായത് r/2 ആകുമ്പോൾ ഉള്ളത്. ഡി എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസിന്റെ പകുതി. ഹാഫ് എന്ന് പറയുമ്പോൾ റേഡിയസ്. r/2 എന്താ കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡി ഈക്വൽ ടു എന്താണ്? r/2 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഡെപ്ത് GD ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? G × 1 - d/r. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? G × 1 - ഡിക്ക് എത്ര ഇട്ട് കൊടുക്കാം? r/2 ഇട്ട് കൊടുക്കാം. r/2 ഡിവൈഡഡ് ബൈ r. ഈ ആറും ആറും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് കിട്ടും? G × 1 - 1/2 എന്ന് കിട്ടും. ഈസിക്കൽ ടു എത്ര കിട്ടും? G/2 എന്ന് കിട്ടും. GD ഈസിക്കൽ ടു എത്ര കിട്ടും? G/2 എന്ന് കിട്ടും. വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ? വെയിറ്റ് ഈസിക്കൽ ടു mgd ഈസിക്കൽ ടു m × gd എത്രയാ? G/2. ദാറ്റ് ഈസ് എത്ര കിട്ടും? mg/2 എന്ന് കിട്ടും. mg എത്രയാ? 200. അപ്പൊ എത്ര കിട്ടും? 200/2 ഈസിക്കൽ ടു 100 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 65. In acceleration due to gravity at a height 1 kilometer above the earth is same as at a depth d below the surface of earth. Then d is equal to. അതായത് എന്തോ പറഞ്ഞിട്ടുള്ള ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു ഹൈറ്റ് 1 കിലോമീറ്ററിലുള്ള ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിന് ഈക്വൽ ആണ്? ഡെപ്ത് ഡിക്ക് ഈക്വൽ ആണ്. അതായത് എർത്തിന്റെ മുകളിലോട്ടുള്ള ഹൈറ്റ് 1 കിലോമീറ്റർ ആകുമ്പോൾ ഉള്ള ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന് താഴോട്ടുള്ള ഒരു ഡെപ്ത് ഡിയിലെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ്. എങ്കിൽ ഡി എത്ര ആവുമെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ് GH ഈസിക്കൽ ടു GH ഈസിക്കൽ ടു G × 1 - 2h/r. ഡെപ്തിന്റെ ഇക്വേഷൻ എന്തുവാ? GD ഈസിക്കൽ ടു G × 1 - d/r. ഇത് രണ്ടും എന്താ? ഈക്വൽ ആണ്. അപ്പൊ G × 1 - 2h/r ഈസിക്കൽ ടു G × 1 - d/r. ഇവിടുന്ന് ജിയും ജിയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എത്ര കിട്ടും? 2h/r ഈസിക്കൽ ടു എന്തെന്ന് കിട്ടും? d/r എന്ന് കിട്ടും. 6ഉം പോയാ 2h ഈസിക്കൽ ടു എന്ത് കിട്ടും? d എന്ന് കിട്ടും. അപ്പൊ d ഈക്വൽ ടു എത്ര വരും? 2 × ഹൈറ്റ് എത്രയാ? 1. സോ 2 കിലോമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് കൂടെ അറിഞ്ഞിരിക്കണം. അതായത് എന്താ? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബോവ് ദി സർഫസും ബിലോ ദി സർഫസും ഈക്വൽ ആണെങ്കിൽ അവിടെ d എന്തിന് ഈക്വൽ ആണ്? 2 ടൈംസ് ഓഫ് ഹൈറ്റിന് ഈക്വൽ ആണ്. ഇതറിയാൻ നമുക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന 2 × 1 ചെയ്ത് അപ്പോഴേ 2 എഴുതി പോയെന്നില്ല. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് ഒരു ഹൈറ്റിലെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഡെപ്തിലെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ എന്താ? ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് ഓഫ് ദി ഹൈറ്റ് ആയിരിക്കണം. ഓക്കെ അല്ലേ?